ഞാൻ ഇന്നലെ ഗുരുവായൂർ തൊഴാൻ പോയിരുന്നു. അപ്പൊ അവിടെ വെച്ച് നിങ്ങളുടെ കൊച്ചമണി വല്യമ്മയെ കണ്ടിരുന്നു. ജയന്റെ അമ്മേ. അല്ല, അവര് ദുബായിലാണെന്നാണല്ലോ പറഞ്ഞ്. അല്ല, അവര് ദുബായിലൊന്നുമല്ല. തൃശ്ശൂർ ഒരു വീട്ടില് ജോലിക്ക് നിൽക്കുക. നിങ്ങൾ പോവാണല്ലേ? അതെ സുമിത്ര. രാജു അവൻ ഇപ്പൊ ബോംബെയ്ക്ക, അവിടുന്ന് ഗൾഫിലേക്ക്. ജയനും പ്രിയയും അവരുടെ വീട്ടിലേക്ക്. ശ്രീലക്ഷ്മിയോ? അവക്ക് ജോലിയുണ്ടല്ലോ, അതുകൊണ്ട് ഹോസ്റ്റലില്ല. ഞാനും വേണുവേട്ടനും ഇരുത്തിക്കാടുള്ളൊരു വാടക വീട്ടിലേക്കാ. ഞാൻ വന്നത് മറ്റൊരു കാര്യം പറയാനാ. ഞാൻ ഇന്നലെ ഗുരുവായൂർ തൊഴാൻ പോയിരുന്നു. അപ്പൊ അവിടെ വെച്ച് നിങ്ങളുടെ കൊച്ചമണി വല്യമ്മയെ കണ്ടിരുന്നു. ജയന്റെ അമ്മേ. അല്ല, അവര് ദുബായിലാണെന്നാണല്ലോ പറഞ്ഞ്. അല്ല, അവര് ദുബായിലൊന്നുമല്ല. തൃശ്ശൂർ ഒരു വീട്ടില് ജോലിക്ക് നിൽക്കുക. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. വീട് വിറ്റ് പോവാന്നും പറഞ്ഞു. അത് കേട്ടവര് അമ്പലനടയിൽ നിന്ന് ഒത്തിരി കരഞ്ഞു. ഇത് രാധമ്മയെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഇതെന്താ? കുറച്ച് കാശ. പലപ്പോഴായി രാധമ്മയും രാജുവിനെയും പറ്റിച്ചു വാങ്ങിച്ച കാശ. ഇത് കൊടുത്തേക്കാൻ പറഞ്ഞു. ദാ. ഞാൻ പോട്ടെ രാധമ്മേ, ഇനി എപ്പോഴെങ്കിലും കാണാം. ഈ കാശ് നിങ്ങൾ വെച്ചോ. പോടി. അല്ല, ഞങ്ങളെ കൂടെ കൊണ്ട് നടക്കണേ. വാ. അച്ഛനും അമ്മയും വണ്ടിയിൽ കയറ. വിഷമിക്കണ്ട, എല്ലാം നല്ലതിനാ. പോടി.
യാമിനി, എന്താ ഏട്ടാ? ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ആ ശരി ഏട്ടാ. അച്ഛാ, ഞാനും കൂടി വരാം. വേണ്ട, എനിക്ക് തനിയെ പോകാൻ അറിയാം. ദീപു, അവരൊക്കെ ഒന്ന് വിളിക്ക്. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ആ ഈ വീട്ടിലെ സീനിയേഴ്സൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ? ഞാൻ ദീപുവിനെ കൊണ്ടേ നിങ്ങളൊക്കെ വിളിപ്പിക്കാൻ തുടങ്ങുമായിരുന്നു. കമോൺ, എനിക്ക് നിങ്ങളെല്ലാവരോടുമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താടി നിനക്ക് ഇത്ര സംസാരിക്കാനുള്ള? വെറുതെ BP കൂട്ടല്ലേ, സ്ട്രോക്ക് വരും. പിന്നെ കണ്ണു തള്ളി കട്ടിലിൽ കിടക്കേണ്ടി വരും. നിങ്ങൾ വീണ മരുമോളായ ഞാൻ ഉൾപ്പെടെ ഒരു ഡോഗ് പോലും തിരിഞ്ഞു നോക്കില്ല. അതുകൊണ്ട് എല്ലാരും വാ. ദീപ എന്റെ അടുത്തുനിന്ന് ഇരിക്കും. ആ, ഇനി എല്ലാരും വന്നിരിക്കും. പറയാനുള്ളത് ഒരു സീരിയസ് മാറ്ററാണ്. അതനുസരിച്ചാ നിങ്ങൾക്ക് കൊള്ളാം. എന്താടി നിനക്ക് പറയാനുള്ളത്? ഞാൻ നേരത്തെ വോൺ ചെയ്തതാണ്. ഞാൻ എടിയല്ല, നന്ദന. നന്ദന പിള്ള. വർമ്മ സാറ് ഋതികയുടെ അച്ഛനാണെന്ന പിതൃത്വം അംഗീകരിക്കാനാ അംബിക വർമ്മ ആവശ്യപ്പെട്ടിട്ട് വീടും സ്വത്തും ഋതിക എന്റെ പേരിൽ എഴുതി വെച്ചത്. എനിക്ക് ഏറ്റവും വലിയ സ്വത്ത് എന്റെ അച്ഛനാ. അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. അതെന്തെങ്കിലും ആവട്ടെ. സ്വന്തം അച്ഛനോട് സ്നേഹവും ആരാധനയും പെൺമക്കൾക്കുണ്ടാവുന്നത് സ്വാഭാവികം. എന്റെ വിഷയം അതൊന്നും അല്ല. ഇപ്പൊ ഈ സ്വത്തുക്കളെല്ലാം എന്റെ പേരിലായതുകൊണ്ട് ഈ വീട്ടിലെ ഗൃഹനായിക, അയ്യേ അത് വേണ്ട, മേം സാബ് ഞാനാണ്. എല്ലാവരും എന്നെ മേം സാബ് എന്ന് വിളിച്ചാ മതി. ഇതെന്താ മിലിറ്ററി ക്യാമ്പോ? നീ ആരാടി? പട്ടാളക്കാരിയോ? ഇവിടെ താമസിക്കണമെങ്കിലേ എന്നെ മേം സാബ് എന്ന് വിളിച്ചിരിക്കണം. എന്റെ സ്വഭാവം വെറുതെ വഷളാക്കല്ലേ.